ഹേ എവ്രി വൺ, സോ വെൽക്കം ടു ഡേ 7 ഇൻ കൊച്ചി. അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വേണമെന്ന് ഫ്രീ മൈൻഡായിട്ട് കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നല്ലൊരു അടിപൊളി കോഫിയും ഗീ റോസ്റ്റൊക്കെ കഴിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ വന്ന് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു ഹാങ് ഓവർ മാറാൻ വേണ്ടിയിട്ട്. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി. ഇന്ന് ഈ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ വേറെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സോ കസിന് ഇവിടെ ഇല്ല കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡേ ആയപ്പോഴാണ് ഓർമ്മ വന്നത്. സോ നമ്മൾ നേരെ അവിടെ പോയി അവരെ കണ്ടു. നല്ല അടിപൊളി ഹോംലി ഫുഡൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളതൊക്കെ ആസ്വദിച്ച് കഴിച്ചു. കാരണം 1 വീക്കിന് ശേഷമാണ് ഈ ഹോംലി ഫുഡ് കഴിക്കുന്നത്. ഇത്രയും ദിവസം കംപ്ലീറ്റ് ഫുഡും ഹോട്ടലിലായിരുന്നു. സോ നമ്മളതൊക്കെ കഴിച്ച് നമ്മളൊന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്, ജസ്റ്റ് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ചായയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങി. സോ നല്ല അഫോർഡബിൾ റേറ്റിന് നമുക്ക് ഫുഡ് വെയർസ് കിട്ടുമായിരുന്നു. സോ കുറച്ച് ഫുഡ് വെയർ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എഗെയിൻ ലുലു മാളിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ലുലു മാളിലേക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതില്ല, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫോറം മാളിലേക്കാണ് വരുന്നത്. ഗൈസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടെ മൊത്തം പ്രീമിയം ലുക്കായിരുന്നു ഗൈസ്, അതിൻ്റെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടൈം നമ്മൾ അവിടെ ഇരുന്ന് അതൊക്കെ കേട്ട് ആസ്വദിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതേപോലത്തെ കുറച്ച് ചാറ്റ് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചുമ്മാ മാളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കണ്ടു. ഫോറം മാളിൻ്റെ ഉള്ളിലത്തെ വ്യൂ ഭയങ്കര അടിപൊളിയാണ്. പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. സോ ഇന്നത്തെ ഫുഡ് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലുലു മാളിൽ. ആ ഒരു ഐസ്ക്രീം വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു.